ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോ അഷ്ടമി രോഹിണിയൊക്കെ അല്ലേ വരുന്നത്. നമുക്കൊരു കൃഷ്ണൻ്റെ ക്രൗൺ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കാം. സോ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു വട്ടത്തിൽ ആ ഒരു ബേസ് ഇതിലാണ് നമ്മൾ ആ ക്ലോത്ത് ചുറ്റി ആ ഒരു ക്രൗൺ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ വട്ടത്തിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ക്ലോത്ത് നമുക്ക് ചുറ്റിയെടുക്കണം, കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ കളറ് ഷോളാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ഇത്തിരി വർക്കുള്ളതാകുമ്പോൾ കാണാനൊരു ഭംഗി കാണും എന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇച്ചിരി ഷൈനി ആയിട്ടുള്ളൊരു മെറ്റീരിയലിൻ്റെ ഷോൾ എടുത്തിട്ട് അതിലിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുക്കാം. കാർഡ്ബോർഡ് ഒട്ടും കാണാത്ത രീതിയിൽ നമുക്ക് ചുറ്റി കൊടുക്കാം. അതിനുശേഷം അത് ഒന്നുകൂടെ ഒന്ന് സെക്യൂർഡ് ആയിട്ടിരിക്കാനായിട്ട് നമുക്കൊരു നീഡിലും ത്രെഡും യൂസ് ചെയ്ത് അതിനെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഒന്ന് തയ്ച്ച് കൈവച്ച് തന്നെ ഒന്ന് ഓടിച്ചൊരു തയ്യലിട്ട് കൊടുക്കാം. ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇനി ഇതിലോട്ടാണ് നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ അതിൻ്റെ മോടി കൂട്ടാനായിട്ട്, കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ ഇത്തിരി ഹാങ്ങിങ് ആയിട്ടുള്ള ലേസാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ നെറ്റിയുടെ സൈഡിലായിട്ട് വരുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. അതിനുശേഷം ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തു. ഈ ഒരു ക്ലോത്തിന് മാച്ചായിട്ടുള്ള, ഷോളിന് മാച്ചായിട്ടുള്ള ഒരു ക്ലോത്ത് തന്നെ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ. എന്നിട്ട് അതിനെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. മെഷീൻ യൂസ് ചെയ്ത് ആ ഒരു പേപ്പറിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ക്രൗണിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനായിട്ട് അതൊന്ന് സ്റ്റഡി ക്ലോത്ത് അല്ലേ, അല്ലെങ്കിൽ അതിങ്ങനെ ഒടിഞ്ഞു വീഴും. സോ അതൊന്ന് സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തയ്ച്ച് അതിനൊരു സിക്സാഗ് ഷേപ്പിൽ മടക്കി അതിൻ്റെ അടിയിലൊരു ടൈറ്റായിട്ടൊരു കെട്ട് ഇട്ട് കൊടുത്തു. റബ്ബർ ബാൻഡോ എന്തെങ്കിലും യൂസ് ചെയ്തൊരു ടൈ ചെയ്തു. എന്നിട്ട് അതിനെ വീണ്ടും ഞാൻ കൈ വെച്ച് തന്നെ തയ്ച്ച് നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു ബേസ് മോഡലിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. അതിലോട്ട് പിന്നെ ഞാനൊരു ബോയും, ആ ബോയ്ക്ക് കുറച്ചുകൂടി ഒരു ഭംഗി തോന്നാനായിട്ട് ഒരു കുഞ്ഞൊരു കല്ലിൻ്റെ ഒരു സംഭവം കൂടെ അതിനകത്തോട്ട് കോർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ക്രൗൺ.